ഏട്ടാ നമുക്കൊരുപാട് മോര് കുടിക്കാം വാ. അത് വേണോ ഏട്ടാ? ഇറങ്ങ അങ്ങോട്ട്, നല്ല മോരാ, ഇറങ്ങ ഇറങ്ങ ഏട്ടാ. ചേട്ടാ 2 മോരും എടുക്കും. ഇപ്പൊ തരാം. ഈ റോഡ് സൈഡിൽ നിന്ന് ഇതൊക്കെ കുടിക്കണോ? അതിനെന്താ, DK റെസ്റ്റോറന്റ് ഉടമസ്ഥന്റെ എളിമയെന്നേ നാട്ടുകാർ പറയൂ. കുടിക്കാൻ നാണക്കേടുണ്ടായിട്ടൊന്നുമല്ല. സോട്ടും കൂട്ടുകൂട്ടി ഈ കോലത്തിൽ നാട്ടുകാർക്ക് ട്രോൾ ഉണ്ടാക്കാൻ ഒരു കാരണം കിട്ടും. അവര് ട്രോൾ ഉണ്ടാക്കട്ടെ ഏട്ടാ, നമുക്കത് എൻജോയ് ചെയ്യാം. സാറേ മോര്. ഏട്ടനത് അങ്ങോട്ട് കുടിച്ചേ, നല്ല തണുത്ത മോര. കുടിക്കേട്ടാ. നോക്കാം, നീ ഒരു കാര്യം ചെയ്യ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതല്ല അതുപോലെ ചെയ്താ മതി. ശരി ശരി. ഒരു നാരങ്ങളുള്ള എടുത്തേ. ഇത് സുധാകരൻ നായർ മരുമോനല്ലേ? ഈ കോട്ടിട്ട കോടീശ്വരൻ എന്താ ഇവിടെ കാര്യം? ചോദിച്ചു കളയാം. ഹലോ, സുധാകരൻ നായർ മരുമോനല്ലേ? കോട്ട് കണ്ടപ്പോഴേ ആളിനെ എനിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലായില്ലേ? അന്ന് ഉത്സവത്തിന് മനസ്സിലായി. ഇത് ഏതായിട്ട് ഈ കോലത്തിരി മ്യാമൻ? അല്ല മോനേതാ? രണ്ടുപേർക്കും ഒരുപോലെ കോട്ടുണ്ടല്ലോ. അതെ, നിങ്ങൾ നാരങ്ങളും കുടിക്കാനല്ലേ വന്നത്? അത് കുടിച്ചിട്ട് പോകാൻ നോക്ക്. വേണമെങ്കിൽ ഒരു മോര് കൂടി കുടിച്ചോ. ഓ വേണ്ട. അമ്മാവന് മോരിഷ്ടല്ലെന്ന് മുഖം കണ്ട അറിഞ്ഞൂടെ? അടിച്ചതിന്റെ കിക്ക് പോലെ. അല്ല മരുമോനെ, കാറെവിടെ? കാറ് വിറ്റു. എന്തേ? കാറ് വിറ്റോ? അപ്പൊ ബിസിനസ് ഒക്കെ പൊളിഞ്ഞൂല്ലേ? ചുമ്മാതല്ല, കോട്ടിട്ട് രണ്ടുപേരും കൂടെ ബൈക്കിൽ നടക്കുന്നത്. ഇനി നാളെ ഇതും കാണുമോ എന്തോ? സമയം അല്ലാതെന്താ? ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല, നാളെ കാണുന്നവനെ ഇന്നും കാണില്ല. ഇനി ഇവിടെ നിന്ന് താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വേണ്ട വേണ്ട, കളി എന്നോട് വേണ്ട. എനിക്ക് ഒരു വഴിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ശിവ വേണ്ട. പിന്നെ അല്ല. ഇതൊക്കെ ഏതാ ഏട്ടാ ഈ കിഴങ്ങൻ? ഒരു വയ്യവേലിയ, ജ്യോതിയുടെ ബന്ധുവാ. ഇപ്പൊ കണ്ടില്ലേ ബൈക്കിൽ വന്നതിന്റെ ഗുണം. അതൊന്നും സാരമില്ല ഏട്ടാ, ഇതൊക്കെയല്ലേ ഒരു രസം. ചേട്ടൻ കുടിച്ചേ. വേറൊരാവശ്യത്തിന് ജോത്സ്യന്റെ അടുത്ത് വരെ പോയതാ. അപ്പോ വിവാഹ തീയതി കൂടെ അങ്ങ് കുറിപ്പിച്ചു. ഇത്രയും നേരത്തെ തീയതി കുറിക്കുമെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചതാ. ഓ അതൊന്നും സാരമില്ലെന്നേ, കുറച്ച് നേരത്തെ തീയതി എടുത്താ അത്രയും ജോലി കുറയും. നിങ്ങളിരിക്കെ. സുധാകരൻ നായർ എന്നാ വരുന്നത്? ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കാനുണ്ട്. 4-ാം തീയതി വരുമെന്നാ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത്. അച്ഛന്റെ യാത്രകളൊക്കെ അങ്ങനെയാങ്കളെ, പിറ്റേ ദിവസം വരുമെന്നും പറഞ്ഞു പോവും. പക്ഷെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട ഞങ്ങളുടെ കാര്യം പിന്നെ അച്ഛൻ മറക്കും. പിന്നെ ദിവസം 4-5 കഴിയും തിരിച്ചെത്താൻ. അക്കാര്യത്തിൽ ഇവിടെ ഒരാൾ മോശമൊന്നുമല്ല. എങ്ങോട്ടെങ്കിലും പോയാൽ തന്നെ എപ്പോഴും നമ്മൾ വിളിച്ചോണ്ടിരിക്കണം, എപ്പോഴാ വരുന്നത് ചോദിച്ച്. അത് പിന്നെ വീട് വിട്ടിറങ്ങുമ്പോഴല്ലേ നമുക്കൊരു മനസമാധാനം കിട്ടുന്നത്. ഉവ്വ് സമ്മതിച്ചു. ആശാലതേ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? വിവാഹത്തിന് വലിയ ആർപ്പാടമൊന്നും വേണ്ടെന്ന ഞങ്ങളുടെ അഭിപ്രായം. ആ കാര്യം സുധാകരൻ നായരോട് കൂടി ഒന്ന് സംസാരിക്കാനാ ഞങ്ങളിപ്പോ വന്നത്. അത് സാരമില്ല, ആർഭാടങ്ങൾ കൂട്ടുന്നതിനോട് ഞങ്ങൾക്കും താല്പര്യമില്ല. പക്ഷേ DKയോട് ഇക്കാര്യം സംസാരിച്ചോ? ഇല്ല, സംസാരിക്കണം. ഇനിയിപ്പോ സുധാകരൻ നായർ വരട്ടെ, എന്നിട്ടാവാം. സുധേട്ടൻ രാത്രി വിളിക്കുമ്പോ ഞാൻ കാര്യം പറയാം.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സുധാകരൻ നായർ വരുമ്പോ വിളിക്കാൻ പറഞ്ഞാ മതി. അല്ല, ചായ എന്തേലും കുടിച്ചിട്ട്. അയ്യോ, ഇന്നിപ്പോ നേരമില്ല, പിന്നെ ഒരിക്കൽ ലാഭം. പ്രിയമോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. അമ്മ എന്ത് പണിയായി കാണിച്ചത്? ഞാനെന്ത് കാണിച്ചു? നമുക്ക് ആർപ്പാടൊന്നും വേണ്ട, അമ്മ എന്തിനാ പറയാൻ പോയത്? പിന്നെ അവരിങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് മറുപടി പറയാനാ? കല്യാണത്തിന് അത്യാവശ്യമുള്ള ആർഭാടമൊക്കെ വേണം. അത് വേണോ വേണ്ടയോന്ന് DK അല്ലേ തീരുമാനിക്കുന്നത്. ആ, ഏട്ടനോട് ഞാൻ സംസാരിച്ചോളാം. എന്താ നീ ഇങ്ങനെ അവിടെ ഇവിടെ നോക്കുന്നത്? എത്ര വർഷമായി ഞാൻ ഈ ഓഫീസിനകത്ത് കയറിയിട്ട്. പക്ഷെ എല്ലാം അന്നത്തേത് പോലെ തന്നെ, ഒന്നിനും ഒരു മാറ്റമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. കാലത്തിനനുസരിച്ച് മാറ്റണം, പുതിയ ട്രെൻഡുകൾ സ്വീകരിക്കണം. ദാ ഇവിടെ തന്നെ ഈ ഓഫീസ് റൂം ആകെ ഒന്ന് അഴിച്ചു പണിയണം. ദേ, അവിടെ കുറച്ച് മോഡേൺ പെയിന്റിങ്സ് വെക്കണം. ഈ പഴയ സെറ്റപ്പൊക്കെ എടുത്ത് ദൂരെ കളയണം. പിന്നെ ദേ, ഈ ഭാഗത്ത് കുറച്ച് ബുക്സ് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കണം. ഏട്ടന്റെ ഓഫീസ് കണ്ട മൊത്തത്തിൽ ഒരു കൾച്ചറൽ സ്റ്റൈൽ വേണം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കാം. പക്ഷേ എല്ലാം നീ തന്നെ വന്നു നിന്ന് ചെയ്യിക്കണം. അതൊക്കെ ഞാൻ ഏറ്റുകേട്ട. ഈ ഓഫീസിന്റെ മാത്രമല്ല, നമ്മുടെ റെസ്റ്റോറന്റിന്റെ സ്റ്റൈൽ മുഴുവൻ മാറ്റണം. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇതുവരെ DK സ്റ്റൈലായിരുന്നു, ഇനി SK സ്റ്റൈൽ ആയിക്കോട്ടെ. നമ്മുടെ റെസ്റ്റോറന്റിലെ ചെയേഴ്സ് മുഴുവൻ മാറ്റണം. മാറ്റാം. ചേട്ടാ, നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഇൻചാർജ് ആർക്കാ? ബാലു. ചുമ്മാതല്ല, എല്ലാം ഓൾഡ് സ്റ്റൈൽ. ഏട്ടന്റെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറയണമെങ്കിൽ അവന്മാരുടെ മുട്ടിടിക്കും. എനിക്ക് അവന്മാരെ പണ്ടേ ഇഷ്ടമല്ല. അതെന്താ? എനിക്ക് കിട്ടാനുള്ള ഏട്ടന്റെ സ്നേഹം പകുതിയും തട്ടിയെടുത്ത ബ്ലഡി ഇഡിയറ്റ്സ് അല്ലേ? ആര് പറഞ്ഞു നിനക്ക് തരാനുള്ള സ്നേഹം? നീ അത് നിർത്തിയത്? ഏട്ടൻ വഴക്ക് പറയുമ്പോ എനിക്ക് സങ്കടം വരും. അവന്മാര് വന്ന ശേഷം ഏട്ടന്റെ കൂടെ കിടക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കുള്ള സ്നേഹം പകുത്തുപോയി. അന്നു മുതൽ എനിക്ക് അവന്മാരുടെ കലിയായി. ഇന്നും മാറിയിട്ടില്ല. എടാ, ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത്. അവരും നമ്മുടെ രക്തമാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സത്യത്തില് അവരെ അവരുടെ ഭാര്യമാരെയും എന്തിനാ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? അവർക്ക് വേറെ വീട് വാങ്ങിച്ചു കൊടുത്ത് മാറ്റി താമസിപ്പിച്ചുകൂടെ? അവര് നമ്മുടെ അമരാവതിയിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ശിവ, കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് അമ്മയും ഏട്ടനും ഉണ്ടായിരുന്നു. അവർക്കോ അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. അനാഥരായിരുന്നു അവർ. അതുകൊണ്ടാ ഞാൻ അവരെ കൂടുതൽ സ്നേഹിച്ചത്.
പക്ഷെ ശിവ, അന്നും ഇന്നും നിന്നേക്കാൾ കൂടുതലായി ഏട്ടൻ അവരെ സ്നേഹിച്ചിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്തോ എനിക്കവരെ പണ്ട് ഇഷ്ടമല്ല. എത്രയും വേഗം വേറെ വീട് വാങ്ങിച്ചു കൊടുത്ത ഏട്ടൻ അവരെ മാറ്റി താമസിപ്പിക്കുക. അപ്പോഴെനിക്ക് സമാധാനാവും. ഹലോ ബേട്ടി, എന്തിങ്ങനെ വന്ന് നിൽക്കുന്നേ? അമ്മ എന്താ വരാൻ താമസിക്കുന്നേന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങ് നിന്നു പോയതാ. സാമജിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ സമയം പോയി. ശിവ എവിടെ? മുറിയിലുണ്ടോ? ഇല്ല, ശിവ DKയുടെ കൂടെ പുറത്തേക്ക് പോയിരിക്കുവാ. വാട്ട്? പുറത്തേക്ക് പോയിന്നോ? ഓ വെരി ഗുഡ്. ഓ മൈ ലിറ്റിൽ കണ്ണാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഓ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ തോന്നിയല്ലോ. അങ്ങനെ വെറുതെ പോയതൊന്നുമല്ല, നിർബന്ധിച്ചോണ്ട് മാത്രം പോയതാ. ആരാ നിർബന്ധിച്ചോണ്ട് പോയത്? ആരായിരിക്കും? ഓ നീ ആയിരിക്കും. അല്ല, ആരെ നിർബന്ധിക്കാനാ? പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഓരോ പ്രോഗ്രാമായിട്ട് ശിവ എപ്പോഴും പുറത്തായിരിക്കും. 1-2 ദിവസം അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ നിന്റെ ഹിറ്റർക്കേ വലിയ വിഷമോ. പിന്നെ വീട്ടിൽ വന്ന് കേറിയാലോ പാട്ടായി, കഥ പറച്ചിലായി, കളിച്ചിരിയായി. രണ്ടും കൂടി ഒരു കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നു ഉറങ്ങുന്നത്. അച്ചോടാ, അപ്പോഴേക്കും എന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞോ? അമ്മ വിഷമിക്കണ്ട, ആ നല്ല ദിവസങ്ങളൊക്കെ തിരിച്ചു വരും. പഴയ കളിച്ചിരികളും കഥ പറച്ചിലും സന്തോഷവും എല്ലാം ഈ വീട്ടിൽ അമ്മയ്ക്ക് കാണാൻ കഴിയും. ഞാനല്ലേ പറയുന്നേ? സങ്കടങ്ങളോടെ കൂരിലിട്ട് തരുന്ന ദൈവം അതിനിടയിൽ സന്തോഷത്തിന്റെ ലൈറ്റ് തരുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഈ അമ്മയുടെ എല്ലാ സങ്കടങ്ങളും തീർക്കാൻ മൈ ലിറ്റിൽ കണ്ണൻ ഈ വീട്ടിൽ തന്ന വെളിച്ചവാ എന്റെ മോള്. മേൽത്തൂർ സ്വാമികൾ ഇന്നും പറഞ്ഞു. എന്തു പറഞ്ഞു? നീ ഹൗസിന്റെ ലൈറ്റാന്ന്. ചുമ്മാ അമ്മ ചുമ്മാ കള്ളം പറയുമല്ലേ? അല്ല ബേട്ടി, ഇത് ട്രൂത്താ. അതിരിക്കട്ടെ, തിരുമേനി പൂജയുടെ കാര്യം എന്താ പറഞ്ഞു? പൂജ മുടങ്ങിയതിന്റെ പേരിൽ നാഗദൈവങ്ങൾ ആകെ കോപിച്ചിരിക്കുക. അതിന് പരിഹാരക്രിയകളൊന്നും ഇല്ലേ അമ്മ? പരിഹാരം ഉണ്ട് ബേട്ടി. തിരുമേനി എല്ലാം വിശദമായിട്ട് കുറിച്ചു തന്നിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാ. അതെല്ലാം ദേവനും ശിവയും കൂടി ഒരുമിച്ച് ചെയ്യണം. 2 ദിവസം തറവാട്ടിൽ തന്നെ താമസിക്കണം. ആ 2 ദിവസവും ഏട്ടന്റെ അടുത്ത് തന്നെ താമസിക്കണം. അതെന്തായാലും നന്നായി അമ്മ. ശിവ 2 ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. അമ്മാവന്റെ അടുത്താവുമ്പോ അതിപ്പോ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യല്ലേ? എനിക്കും അവിടേക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തു പറ്റമ്മ? അമ്മയുടെ മുഖം എന്താ പെട്ടെന്ന് വല്ലാതായത്? ഒന്നുമില്ല ബേട്ടി, തറവാട്ടിലെ കാര്യം ഓർത്തപ്പോ വേറെ ചില കാര്യങ്ങൾ ഓർത്തുപോയി. അതെ, വല്ലാത്തൊരു ക്ഷീണം. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ മോനെ നീ കാത്തോളണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഈ മഹാഭാബി എന്തിനാണോ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഇത് എത്രാമത്തെ തവണയോ ഇവനെ ഇന്ന് ഞാൻ. എടാ അലവലാതി, എന്തിനാടാ നീ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല.
ഇനി മേലിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ച എന്റെ തനി സ്വഭാവം നീ അറിയും. എനിക്ക് വേണ്ടത് കിട്ടാതെ ഞാൻ നിങ്ങളെ വെറുതെ വീടില്ല. നിനക്ക് എന്താ വേണ്ടത്? അത് ഞാൻ പറയാം. നിങ്ങള് പുറത്തേക്കൊന്ന് നോക്കിക്കേ. നിങ്ങൾ എന്താ കരുതിയത്? എന്നെ വിഡ്ഢിയാക്കാന്നോ? ഇറങ്ങി പോടാ പുറത്തേക്ക്. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ ചൂലെടുത്ത് അടിച്ച് പുറത്താക്കുന്നുണ്ട് ഞാൻ. അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ ആശാരതെ നിങ്ങൾക്ക്? അതെ, നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇതിനകത്തുണ്ട് എല്ലാ തെളിവുകളും. നീ ഇനി എന്ത് തെളിവ് കാണിച്ചാലും ഞാൻ ഭയക്കില്ല. ഇതിനകത്തുള്ള തെളിവുകളെല്ലാം കൂടെ നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. എന്റെ ശത്രുവാകുന്നത് നിങ്ങൾക്കൊട്ടും നല്ലതിനല്ല. ഈ എടുത്തുചാട്ടം നിങ്ങളെ വലിയ അപകടത്തിലോട്ട് എത്തിക്കും. നിർത്തടാ. നീ എന്ത് കരുതി? നീ ഭീഷണിപ്പെടുത്തിയാ ഞാനങ്ങ് ഭയക്കുമെന്നോ? കഴുത്തോളം മുങ്ങിയ പിന്നെ കുളിച്ചു കയറുന്നതാ നല്ലത്. ഇനി മേലിൽ എന്റെയും എന്റെ മോളുടെയും പിന്നാലെ വന്ന പച്ചയ്ക്ക് കത്തിക്കുന്നില്ല ഞാൻ. കിടം, ഞാനൊരു പെണ്ണിന്റെ അമ്മയാടാ. പണത്തോട് സ്വർണത്തോടുള്ള ആർത്തി കൊണ്ട് ഞാൻ പലതും ചെയ്തു പോയി. പക്ഷെ നിന്നെപ്പോലൊരു വൃത്തികെട്ടവന് സ്വന്തം മോളെ തരാന്ന് പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റ്. എന്റെ ഭർത്താവിനെ വഞ്ചിച്ച് അന്നവളെ കെട്ടിയൊരുക്കി ആ കല്യാണത്തിന് കൊണ്ടുവന്നത് അതിനേക്കാൾ വലിയ തെറ്റ്. ഞാൻ അതൊക്കെ ചെയ്തത് എന്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയാ. അവൾക്കിപ്പൊ നിന്നെ വേണ്ട. സ്വന്തം ഭാര്യയെ കൊല്ലാൻ നോക്കിയവനാ നീ. നാളെ നീ എന്റെ മോളെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? അന്ന് നിന്റെ ഭാര്യ എഴുന്നേറ്റ് വന്നതുകൊണ്ട് സത്യം എന്താണെന്ന് എന്റെ മോക്ക് മനസ്സിലായി. അവക്കിപ്പൊ നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഇനി എനിക്ക് ആരോടും ഒന്നും മറച്ചു വെക്കാനില്ല. എന്റെ ഭർത്താവിനോടും ദീക്കയോടും നടന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ ഞാൻ തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കും. കൊള്ളാം, പൂച്ച പുലിയായി. ദേ, ഇതിലുള്ള ഫോട്ടോസ് എല്ലാം കൂടി ഞാനങ്ങ് പരസ്യമാക്കാം. അല്ല വേണ്ട, അല്ല വേണ്ട. മോളെ, കല്യാണം കഴിക്കാൻ വന്ന പയ്യന്റെ അച്ഛനില്ലേ, ഒരു ഹരികുമാരൻ മേനോൻ, ഞാനിതെല്ലാം കൂടെ അങ്ങനെ കൊടുക്കാം. വയസ്സാം കാലത്ത് മരുമകളുടെ ലീലകളൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ. അങ്ങനെ എന്നെ ചതിച്ചിട്ട് മകളുടെ കല്യാണം നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നടത്തില്ല ഞാൻ. ഇതൊന്നും കാണിച്ചാ ഇനി ഈ ആശാലത പേടിക്കില്ല. ഒരമ്മയുടെ കരുത്ത് എന്താണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. വേണ്ടി വന്നാ നിന്നെ കൊല്ലും ഞാൻ. ഈ അവിനാഷ് ആരാണെന്ന് നിങ്ങൾ അമ്മയും മകളും അറിയാൻ പോകുന്നതേ ഉള്ളൂ. തീക്കൊള്ളി കൊണ്ടാണ് നീ കളിക്കുന്നത്. നീ പറയുമ്പോ എപ്പോഴും അവൻ അനുസരിക്കുന്നത് നിന്നോടുള്ള വിധേയത്വം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നീ ഇപ്പൊ ഈ കാര്യം ചെന്ന് പറഞ്ഞാൽ അവൻ അത് സമ്മതിക്കണമെന്നില്ല. അതൊന്നും സാരമില്ല ശിവയെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഒരു രോഗിയായതിനു ശേഷമുള്ള അവന്റെ ജീവിതാവസ്ഥകൾ ഇതുവരെ എന്തായിരുന്നു നിനക്കറിയോ? ഏതൊക്കെ സമയത്ത് അവൻ എങ്ങനെയൊക്കെ വയലന്റ് ആവും നിനക്കറിയോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ഇതുവരെയുള്ള ജീവിതാവസ്ഥ നോക്കിയിട്ടല്ല ശിവയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പഴയ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. നിങ്ങളുടെ മരുമക്കൾക്കും ഭാര്യമാർക്കും
അവനെ ഈ വീട്ടിൽ നിർത്താൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ തോൽക്കില്ല. ശിവയെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണോന്ന് എനിക്കറിയാം.